ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് വളരെയധികം സന്തോഷവാനാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ എടച്ചൊവ്വ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു പ്രധാനപ്പെട്ട ഒരു തെയ്യം കനലാടിനെ കാണാൻ വന്നതാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനായ ഒരു കനലാടിയാണ്. അതിലുപരി ചെറുപ്പക്കാരനാണെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ തെയ്യത്തിലുള്ള പ്രാവീണ്യം എന്ന് പറഞ്ഞാൽ ഒരു തെയ്യം ഒരുപാട് വർഷം കെട്ടിയുള്ള പരിചയമുള്ള ഒരാളെ പോലെയുള്ള തെയ്യമാണ്. അദ്ദേഹത്തിൻ്റെ തെയ്യം ആദ്യം തന്നെ കണ്ട ആ സമയം തന്നെ എനിക്ക് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ആഗ്രഹമുണ്ടായിരുന്നു, കണ്ട് പരിചയപ്പെടാനൊക്കെ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ആർക്കും പിടികൊടുക്കാതെ നടക്കുന്ന ഒരാളാണ്. അതിലുപരി യുവാക്കളുടെ ഹരാണ്. അദ്ദേഹത്തിൻ്റെ തെയ്യം കണ്ടാൽ ഒരിക്കലെങ്കിലും കണ്ടവർ പിന്നെയും കാണണമെന്ന് ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല. പിന്നെ ഈ ബപ്പിരം തെയ്യം കഴിഞ്ഞാൽ കുറച്ചുകൂടി ആൾ കൂടുന്ന ഒരു തെയ്യം എന്ന് പറഞ്ഞാൽ മാക്കത്തിൻ്റെ അടുത്താണ് തോന്നുന്നു അല്ലേ? ചാലക്ക് മാക്കത്തിൻ്റെ കെട്ടിയ അനുഭവം ഒന്ന് പങ്കുവെക്കാൻ പറ്റുമോ? ചാലക്ക് ഞാൻ ഇപ്രാവശ്യമാണ് ഈ നേർച്ച അല്ലാണ്ട് പ്രധാനപ്പെട്ട കളിയാട്ടത്തിന് ചാത്ത് കെട്ടിയത്. ആദ്യമായിട്ട് കെട്ടിയത് ഇപ്രാവശ്യമാണ് ആദ്യമായിട്ട് സാക്ഷാൽ ഞാൻ കെട്ടിയത്. മാമനായിരുന്നു കെട്ടിക്കൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കാരെ കൂടുമ്പോൾ നമ്മളതൊന്നും ബസ്സിൽ ശ്രദ്ധിക്കാറില്ല. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ജീവിതത്തിൽ ഏറ്റവും കിട്ടാൻ പറ്റിയൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ചാലമക്കം. ശരിക്കും ഇത്രയും ആൾക്കാർ കൂടുമ്പോൾ കോലധാരി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താണെന്ന് ശരിക്കും തോന്നുമോ? അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്? അല്ല അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതേപോലെ ആൾക്കാർ കൂടുന്ന സ്ഥലമാണ് കല്യാശ്ശേരി കനിത്തോട്ടം. നിങ്ങൾക്ക് തെയ്യം കെട്ടാനും ഏറ്റവും കൂടുതൽ കൂടാനും അവിടെ ഇൻവോൾവ് ആവാനും പറ്റിയൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കല്യാശ്ശേരി കനിത്തോട്ടം. അവിടെ ഇതേപോലെ നല്ല ആൾക്കാരാണ്, നല്ല ജനങ്ങളാണ് എല്ലാവരും. അവിടുത്തെ കമ്മിറ്റിക്കാരായാലും ബാക്കിയുള്ളവരായാലും ഭയങ്കര നമ്മളോട് സ്നേഹമാണ്. അപ്പോൾ അവിടെയും ഭയങ്കര ഇഷ്ടമാണ് കെട്ടാൻ. ആൾക്കാർ കൂടുമ്പോഴായാലും കുറഞ്ഞാലായാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ശരിക്കും ഹരാണല്ലേ. പിന്നെ ഇപ്പോൾ തെയ്യത്തിൻ്റെ ചോദ്യത്തിൻ്റെ അടുക്ക് നമുക്ക് വേറൊരു ചോദ്യം ചോദിക്കാം. കലാപരമായിട്ട് വേറെ എന്തെങ്കിലും കഴിവുകളുണ്ടോ? കലാപരമായിട്ട് പറഞ്ഞാൽ ഞാൻ വരക്കാറുണ്ട്, ചിത്രം വരക്കാറുണ്ട്. അതൊന്നിപ്പോൾ പുറത്തായതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലേ? ഇല്ല, വരക്കാറുണ്ട് പറഞ്ഞാൽ അത്യാവശ്യം വരക്കാറുണ്ട്. ഞാൻ BFA കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വരയിൽ അത്യാവശ്യം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തെയ്യത്തിൻ്റെ കാര്യത്തിലെല്ലാം ഈ സംഭവങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ പുറത്തായാലും വാൾ പെയിന്റിങ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ട് ചെയ്തു തരും. നമ്പർ അതിനകത്ത് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. വാൾ പെയിന്റിങ് ചെയ്ത ഫോട്ടോസ് കൊണ്ട് ഞാൻ ചക്കരക്കല്ലൊരു ടാറ്റു പാർലറിൽ ഇപ്പോൾ അവസാനമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ചേച്ചിയുടെ ഒരു പാർലർ ഉണ്ട്, റോജാസ് മേക്ക് ഓവർ, അവിടെ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ മുഖത്തെഴുത്തില് കുറച്ച് പ്രാവീണ്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതും ഇതിനൊരു സഹായകരമായിട്ടുണ്ടാവും അല്ലേ? ഒരിക്കലുമില്ല. മുഖത്തെടുത്ത് വേറെ തന്നെ ഒരു ബന്ധം ഉണ്ടാവുമല്ലോ. ചെറിയൊരു ബന്ധമുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ഡ്രോയിങ് പോലത്തെ ഒരു പരിപാടിയല്ല ഈ മുഖത്തെഴുത്ത് മാറ്റം തന്നെയാണ്. അതിന്റെ കൂട്ടുകളും കാര്യങ്ങളൊക്കെ ഏറ്റവും വ്യത്യസ്തമാണ്. പിന്നെ അതുകൂടാണ്ട് പാട്ട് പാടാറുണ്ടോ? അയ്യോ ഇല്ല. തോറ്റം ചൊല്ലാറില്ലേ? തോറ്റം ചൊല്ലാറുണ്ട്. തോറ്റവും പാട്ടുമായിട്ട് ചെറിയൊരു ബന്ധമില്ലേ? ബന്ധമുണ്ടെന്ന് പറയുന്നേക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും ചെറിയൊരു പാട്ട് പാടാനുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ എന്തായാലും. പാട്ട് പാടാറില്ല. ഒന്ന് ശ്രമിച്ചു നോക്കുന്ന? അയ്യോ ഇല്ല ഇല്ല ഇല്ല. പാട്ട് പാടല് അത് പറ്റില്ല. പാട്ട് പാടാറില്ല. പിന്നെ വേറെ എന്നാന്ന് കഴിവുകളുള്ള വേറെ? അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഞാൻ ക്ലേ മോഡലിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുണ്ട് ക്ലേ മോഡലിങ്ങിന്. എന്നിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഞാൻ സ്റ്റേറ്റ് ലെവലിൽ A ഗ്രേഡ്. ഇതിനൊക്കെ സ്റ്റേറ്റ് ലെവൽ പോയതാണ്. ഓയിൽ പെയിൻറ്റിങ്, ഈ ക്ലേ മോഡലിംഗ്, ഇങ്ങനെ മോണാക്ട് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ എന്തെങ്കിലും മോണാക്ട് ചെയ്യാൻ പറ്റുമോ? അല്ല, അതൊക്കെ പണ്ട് വിട്ടതാ. ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്? സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. താങ്ക് യു. തുച്ഛമായ നിരക്ക്. അഞ്ചാറ് വർഷമായി തെയ്യം കെട്ടാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അനുമോദനോ അല്ലെങ്കിൽ അംഗീകാരങ്ങളും നിങ്ങൾ തേടിയെത്തിയിട്ടുണ്ടോ? ഇങ്ങനെ കാര്യമായിട്ട് വലിയ അംഗീകാരങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് പേഴ്സണലിയിലെ ഒരു അനുമോദനങ്ങളോ അംഗീകാരങ്ങളോ തേടി വന്നിട്ടൊന്നുമില്ല. ശരിക്ക് അങ്ങയുടെ തെയ്യം തെയ്യം എന്ന് പറയാൻ പറ്റില്ല, തെയ്യങ്ങൾ ഒരുപാട് തെയ്യങ്ങൾ കണ്ടല്ലോ ഇപ്പം കുറച്ചായിട്ട്. അങ്ങനെയുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ആചാരപ്പെടുത്താനുള്ള ഒരു ഇതുണ്ട്, കഴിവുണ്ട് എന്നാണ് അതിൻ്റെ മാനദണ്ഡം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു തെയ്യം കാണുന്ന ഒരു തെയ്യപ്രേമി അല്ലെങ്കിൽ ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ആ ഒരു നമ്മളെ മാക്കത്തിലെ ചാത്തു എന്ന് പറയുന്ന ഒരു തെയ്യം തന്നെ കണ്ടാൽ മതി. നമ്മളെ സമുദായത്തിൽ പറഞ്ഞ അഗ്നിക്കോലം, അങ്ങനെ വയൽത്തറ കെട്ടിയാലൊക്കെയാണ് ആചാരപ്പെടുത്താറ്. അങ്ങനെ ഒരു തെയ്യങ്ങളൊന്നും ഞാൻ കെട്ടിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും അഗ്നിക്കോലം എന്ന് പറഞ്ഞാല് പിന്നെ അഗ്നി നമ്മളെ ഈ പുതിയതെല്ലാം പോലെ. അപ്പോ ഈ കേളനൊന്നും ആചാരപ്പെടുത്താനുള്ള ഇല്ല. ചാത്തൊന്നും അതിൻ്റെ അകത്ത് പെടൂല. ഇല്ല ചാത്തൊന്നും പയറ്റൊക്കെ നല്ല ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു മാനദണ്ഡമല്ല. ഞാൻ എൻ്റെ അറിവാണേ. അപ്പൊ അതിലൊന്നും ആചാരപ്പെടുത്താനുള്ളൊരു ഇതില്ലാന്നാണ് പറഞ്ഞു കേട്ടതും. അല്ല, ഇപ്പോഴേ ആചാരപ്പെടണ്ടെന്നാണ് എൻ്റെ മനസ്സിൽ. അല്ല, അപ്പൊ ഈ കതിവനൂർ വീരനും നല്ല കതിവനം കെട്ടിട്ട് ആചാരപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ നാട്ടിൽ കെട്ടിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ നാട്ടിൽ നിന്ന് ആചാരപ്പെടണം എന്നാണ്. എന്ത് കിട്ടിയാലും നമ്മൾ നാട്ടിൽ നിന്ന് കിട്ടുമ്പോൾ അതിനധികം മധുരം എന്നല്ല പറയാ. സത്യം. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മാറ്റം എന്നല്ല പറയാ. പിന്നെ ഗ്ലാസ് വെച്ചിട്ടുണ്ട് കേട്ടാ, കണ്ണിന് ഗ്ലാസ് അടിക്കുന്നതല്ല, വെയിലടിക്കുന്നുണ്ടാവുന്നത് തെറ്റിദ്ധരിക്കണ്ട. പിന്നെ ഈ തെയ്യങ്ങൾ ഒരുപാട് കെട്ടി നമ്മൾ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഡ്രീമായിട്ടുള്ള തെയ്യം ഉണ്ടാവുമല്ലോ കെട്ടാൻ. അങ്ങനെ ഏതെങ്കിലും തെയ്യം കെട്ടാൻ വേണ്ടി ബാക്കിയുള്ള മനസ്സിലുണ്ടോ? എൻ്റെ ആഗ്രഹത്തിലുണ്ടായിരുന്ന 3 തെയ്യാണ്. 2 തെയ്യം ഞാൻ കെട്ടി. ഒന്ന് കണ്ടനാറ് വെള്ളം, ഒന്ന് കതിനോട് വീരൻ. കതിനോട് വീരൻ എന്ന് പറയുന്നത് പെട്ടെന്ന് കെട്ടിയതാണ്. ഇനി എൻ്റെ നേരത്തെ പറഞ്ഞല്ലേ മാമന് അസുഖമായി. ഇനി എൻ്റെ മൈൻഡിൽ എനിക്ക് കെട്ടാൻ ആഗ്രഹമില്ല തെയ്യം തോട്ടുങ്കര ഭഗവതി എന്ന് പറയും. തോട്ടുങ്കര ഭഗവതി ഇത് കെട്ടാൻ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം. എന്തിട്ടാന്നറിയില്ല, എനിക്ക് ആ തെയ്യത്തിനോട് പണ്ടേ ഒരു ഭയങ്കര ഇഷ്ടമാണ്. ആ തെയ്യം കെട്ടാൻ ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അതാണ് ഇപ്പം എൻ്റെ മനസ്സിലെ ഡ്രീം. എന്തായാലും അത് പെട്ടെന്ന് തന്നെ ദൈവം സാധിച്ചു തരട്ടെ. ചാത്തുവിൻ്റെ ഒരുപാട് അഭ്യാസം കുറേ സമയം ഉണ്ടല്ലോ. അത് ഈ കളരി നേരത്തെ പോയിന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എത്ര വർഷം പോയി അതിന് വേണ്ടിയിട്ട്?
ചെയ്യാൻ വേണ്ടിയിട്ട്? അങ്ങനെ ഇപ്പൊ കറക്റ്റ് കണക്കൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അഭ്യാസങ്ങൾ പഠിച്ചിട്ടുണ്ട് കുറച്ചായിട്ട്. പിന്നെ കണ്ടു പഠിച്ചതുണ്ട്. പിന്നെ ഞാൻ തന്നെ ചെറുതായിട്ട് പ്രാക്ടീസ് ഒക്കെ നോക്കി ചെയ്തതുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഏറ്റവും ഇൻസ്പിറേഷൻ മാമൻ തന്നെയായിരുന്നു. മാമൻ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും പഠിച്ചത്. പിന്നെ ഞാൻ എൻ്റെതായ കുറച്ച് മാറ്റങ്ങൾ അതിൽ കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ആ ഒരു പയറ്റൊക്കെ കാണുമ്പോൾ നല്ല മെയ്വഴക്കവും ഒരുപാട് വർഷം കളരി പോയിട്ട് പഠിച്ച പോലെ നമുക്ക് തോന്നുന്നുണ്ട് കാണുന്ന ആള് എന്നുള്ള രീതിയിൽ. അത് ഒന്നാമത് മാമൻ്റെ കണ്ട് പഠിച്ചോണ്ടായിരിക്കണം. മാമൻ മുഴുവനായിട്ട് അങ്ങ് പകർന്നു വന്നിട്ടുണ്ട് തോന്നുന്നല്ലേ? ഓറെ എന്തായാലും പറഞ്ഞു തന്നിട്ടില്ലെങ്കിലും ഓറെ എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ, അതിൻ്റെതായിരിക്കും. മാമനെക്കുറിച്ച് കുറേ സമയമായി നമ്മുടെ മാമ ഷാനിപ്പെരുവണ്ണ എന്നെല്ലാം പറയുന്നത് കേൾക്കുന്നു. മാമനോട് എത്രത്തോളം ഇഷ്ടമുണ്ട്? സത്യം പറഞ്ഞാൽ മാമനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നിങ്ങളിപ്പോൾ ഇതിനിടക്ക് മാമൻ്റെ ഇൻ്റർവ്യൂ എടുത്തതൊക്കെ കണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് തോന്നി? നന്നായിട്ട് തോന്നി. മാമൻ അങ്ങനെ ഇൻ്റർവ്യൂവിൽ നിൽക്കാത്ത ഒരാളാണ്. ഇത് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടി നമ്മൾ ബേക്കിൽ തന്നെ പോയ പോലെ മാമനെ ഒരുപാട് ബേക്കിൽ നടന്നിട്ട് കിട്ടി. അദ്ദേഹം പറഞ്ഞ് ഞാനങ്ങനെ ഇത് വീഡിയോൻ്റെ മുന്നിൽ എനിക്ക് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, നിങ്ങളൊന്നും വിചാരിക്കരുത്, വീഡിയോൻ്റെ മുന്നിൽ നിന്ന് നിൽക്കുന്ന എനിക്കത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് പറഞ്ഞ് ശീലമില്ല, അതുകൊണ്ടാണെന്നെല്ലാം പറഞ്ഞു. പിന്നെ ബേക്കിൽ നടന്നിട്ട് കുറേ നടന്നിട്ട് കിട്ടി. ഓരോ ഇൻ്റർവ്യൂ കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു ഇത് അങ്ങനെ നിൽക്കാത്തൊരു വ്യക്തിയാണ്. നിന്നിട്ട് കണ്ടപ്പോൾ സന്തോഷം തോന്നി. നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. അല്ല, നമ്മൾ ഇതൊക്കെ ചെയ്യാൻ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് വെച്ചാൽ നമ്മൾ ഒരു കാവിൻ്റെ മുറ്റത്ത് പോയിട്ട് പിന്നെ ഒരു തെയ്യം ഒരു ചെറിയ സമയം കണ്ടിട്ട് പോയി, അരങ്ങത്ത് ചെറിയ സമയമല്ലേ തെയ്യം ഉണ്ടാവും, കൂടി വന്നാൽ ഒരു ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞ് പോയി തെയ്യക്കാരുടെ ജീവിതവും തെയ്യക്കാരെ എങ്ങനെ പോകുന്നു, അവരുടെ ജീവിതത്തിനെ പറ്റിയെല്ലാം ഒന്ന് അറിയാമെന്നുള്ള, എല്ലാവരും അറിയിക്കുക, അവരെ കഷ്ടപ്പാടും വിഷമവും സുഖദുഃഖങ്ങളൊക്കെ അറിയിക്കുക എന്നുള്ള രീതിയിലും കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാന്നുള്ളൊരു ഐഡിയ എൻ്റെ മനസ്സിൽ തോന്നിയത്. നല്ലത്. തെയ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മുന്നിലും പിന്നിലും ഒരുപാട് കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പാട്, പ്രയത്നം, കഠിന പ്രയത്നമൊക്കെ ചെയ്തിട്ടാണല്ലോ ഇതിൻ്റെ പിന്നിൽ. ഈ തെയ്യക്കാർ മാത്രമല്ല, അതിൻ്റെ പുറകില് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു തെയ്യം തിരുമുറ്റത്തേക്ക് വരുന്നത്, രംഗത്തെത്തുന്നത്. ഒരാളെ മുന്നിലേക്ക് അത്രയും വൃത്തിയോടെയും പ്രൗഢിയൊക്കെ വരുന്നത് തെയ്യക്കാർ മാത്രമല്ല, അതിന് പുറകിലുള്ള ഒരുപാട് ആൾക്കാരെ പ്രയത്നം കൊണ്ടാണ്. ഇപ്പൊ എല്ലാരും ഒരുപോലെ പ്രശംസ അർഹിക്കുന്നത്. ഇപ്പം തെയ്യക്കാരെ മാത്രമേ എല്ലാവരും അറിയുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പുറമെ പ്രവർത്തിക്കുന്ന ആരും ശ്രദ്ധിക്കുന്നില്ല. അതേപോലെ തന്നെ വാദ്യം അതുപോലെ തന്നെ അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമല്ലേ വാദ്യം. അവിടുത്തെ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, ശരിക്കും ക്ഷേത്രത്തിലെ ഈ സംഘാടക സമിതി അടക്കം അവരൊക്കെ കഴിവും എല്ലാം കൊണ്ടാണ് തെയ്യം വർഷാവർഷം നടത്തി പോകുന്നത്. ഇപ്പം ഈ ഞാൻ ലാസ്റ്റ് അടുവാപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് കതിയൂരം കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മള് പൂപ്പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം പോയ സമയത്ത് നല്ല മഴ പെയ്തു. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. വയലിലായിരുന്നു തെയ്യം, വയൽത്തറയായിരുന്നു. വയലിൽ ഫുള്ള് വെള്ളം കയറി. അപ്പൊ കുറെ ആൾക്കാരുടെ അഭിപ്രായം തെയ്യം കഴിക്കണ്ട, നമുക്ക് മടങ്ങി പോവാം, നിർത്താന്നൊക്കെ ആയിരുന്നു. ഭക്ഷണം നമുക്ക് ഗ്രൂപ്പിലൊക്കെ ഇട്ട് ചേർട്ട് വഴി സെർവ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിൽ കുറച്ച് ചെറുപ്പക്കാർ ഇടപെട്ടിട്ട് അവര് പറഞ്ഞു, എന്നോട് വന്ന് ചോദിച്ചു, നിനക്ക് നമ്മളിത് മിറ്റം ഈ കളിക്കുന്ന സ്ഥലം സൗകര്യമാക്കി തന്നെ കെട്ടാൻ പറ്റുമോ വെച്ചു. അവര് വിളിച്ചിട്ടാവുന്നു, അവര് പൈസ മുടക്കി അവര് ചെയ്യുന്നത്. നമ്മൾ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യും, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അവര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആ മിറ്റൊക്കെ അവര് കുറെ തുണികളും അതൊക്കെ ഇട്ട് വെള്ളമൊക്കെ വറ്റിച്ചു, മരപ്പൊടിയൊക്കെ ഇട്ട് അവർ മിറ്റം അടിപൊളിയാക്കി. അപ്പോൾ എന്നൊക്കെ ആ സമയത്തൊക്കെ നമുക്കൊരു സന്തോഷമാണ്. എന്താ വെച്ചാൽ തെയ്യത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ.
തെയ്യത്തിന് വേണ്ടി തിരുമുറ്റ ഇത്രയും ഇതാക്കി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ക്ഷേത്രക്കാരായാലും ഈ ചടങ്ങായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരും കഷ്ടപ്പെടുന്ന അവർക്കൊക്കെ ഇതിൻ്റെതായ ഈ ഒരിത് അർഹിക്കുന്നുണ്ട്. അവരൊക്കെ ശരിക്ക് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് പിരിവായിക്കോട്ടെ ഓരോ വീട്ടിലും കയറി ചിലപ്പോൾ 100 രൂപയായിരിക്കും അവർക്കൊരു ചിലപ്പോൾ ഒരു ലാഭം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്നാലും പോട്ടെ. പക്ഷെ അവർ ഈ ചെയ്യുന്ന സംഭവങ്ങൾ അതിൻ്റെ കർമ്മഫലം അവർക്ക് കിട്ടട്ടെ, അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ ഇത്രയും സമയം സംസാരിച്ചു. ഫാമിലിനെ പറ്റിയൊന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരു അനുജനുണ്ട്, പിന്നെ മാമൻ, മാമി, മാമന് 2 മക്കളുണ്ട്. അതുപോലെ അമ്മക്ക് ഒരു അനിയത്തിയുണ്ട്, ആൻറ്റി. ഓറ ഹസ്ബൻഡ് ഉണ്ട്, രാജൻ എന്ന് പറയും, രാജൻ പേരുണ്ട്. അവർക്കൊരു മകനുണ്ട്, അഭിഷേക്. എൻ്റെ അനിയൻ്റെ പേര് അദ്വൈത്, അമ്മേൻ്റെ പേര് ജിഷ. ഞാൻ മാമന പിന്നെ അറിയാലോ, ഷാനുപ്പിരുണ്ണ. ഷാനുപ്പിരുണ്ണ എൻ്റെ വൈഫിൻ്റെ പേര് മോനിഷ. അവർക്ക് 2 മക്കളുണ്ട്, ശ്രീനന്ദ, ശ്രീലക്ഷ്മി. ഇതൊക്കെയാണ് ഫാമിലി. ഈ അനിയൻ എന്നാ ചെയ്യുന്നത്? അനിയൻ കല്യാൺ സിൽക്സിലായിരുന്നു, അവനിപ്പോൾ പുറത്തോട്ട് പോകാൻ വേണ്ടി നോക്കുന്നു. ഇനി അടുത്ത നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം ഇദ്ദേഹത്തിൻ്റെ ഫാൻസിനെല്ലാം ഉള്ള ഒരു ചോദ്യം കേട്ടാ. അത് നിങ്ങളെല്ലാം പ്രതിനിധിയായിട്ട് ഞാൻ ചോദിക്കുന്നു. എന്തെങ്കിലും പ്രണയം എന്തെങ്കിലും ഉണ്ടോ? പ്രണയം എന്ന് പറയാ ഇപ്പം പ്രണയമൊന്നുമില്ല, ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പേ, അതൊക്കെ പോയി, ഒന്നുമില്ല. അപ്പോൾ ഒരുപാട് ആൾക്ക് വേക്കൻസി ഉണ്ട് കേട്ടോ. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് തെയ്യം കണ്ട ആരാധന ആയിട്ടായാലും അതിലുപരി ആ ഒരു അശ്വന്ത് കൊളുത്തുരുത്തി എന്നുള്ള ആ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ എടുത്ത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇദ്ദേഹത്തിൻ്റെ ചുള്ളൻ ഫോട്ടോസ് ഒരുപാടുണ്ട്. ഞാൻ കണ്ടിട്ട് ഞാനും ക്രഷ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ചിരിക്കല്ല, കാര്യത്തിൽ പറഞ്ഞാ. അപ്പോൾ ഇതുവരെ ഇപ്പോൾ നിലവിലില്ല. ഉണ്ടായിരുന്നു 2-3 റിലേഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അപ്പോൾ ഇപ്പോൾ ഒരു പ്രണയം ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? എന്നാൽ അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് ഒക്കെ പോയി. ഇപ്പോൾ ഒരു പെൺകുട്ടി അത്രയും നിങ്ങളോട് ഇഷ്ടം തോന്നിയിട്ട് വന്നിട്ട് പറയുന്നത് നിങ്ങളോട് അത്രയും ഇഷ്ടമാണ്, അപ്പോൾ നിങ്ങളെ നിരസിക്കും? നിരസിക്കാൻ പറ്റുന്ന നിരസിക്കുകയും ചെയ്യും. അപ്പോൾ നിരസിക്കാൻ പറ്റാത്തത് നിരസിക്കൂല കേട്ടോ, നോട്ട് ദ പോയിന്റ്. അപ്പോൾ ചാൻസ് ഉണ്ട്. അതങ്ങനെ വേറെ ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ അല്ല, ഈ സിനിമാറ്റോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ എന്തെങ്കിലും പാഷനായിട്ട് വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഇല്ല, ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ആഗ്രഹം. ഞാൻ ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന, നമ്മളെന്തോ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ അതിൻ്റെ ഒരു സത്യം. വർക്ക് ചെയ്ത മടുപ്പായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെ മടുപ്പൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ജോബ് ആയതുകൊണ്ട് അതിൻ്റെ ഫ്ലോയിൽ അങ്ങ് പോകുന്നുണ്ട്. നമുക്ക് ഒരിക്കലും മടുപ്പ് വരില്ല. അത് വരുന്നില്ല. 2 ദിവസം തുടർച്ചയായി ചെയ്താലും ഒരു മടുപ്പ് വരില്ല. ഇത്രയും തെയ്യ ജീവിതത്തിനിടക്ക് ആരോടെങ്കിലും കടപ്പാടോ അല്ലെങ്കിൽ നന്ദിയോ എന്തെങ്കിലും അറിയിക്കാനുണ്ടോ? കടപ്പാട് നന്ദി എന്നല്ല പറഞ്ഞാൽ കുറേ ആളോടുണ്ട്. നമ്മൾ ഈ ഒരു നിലയിലെത്തിച്ച ഗുരുക്കന്മാരോട് ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ തെയ്യം കെട്ടാൻ വേണ്ടി സഹായിച്ച ആൾക്കാർ, അവരുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ മെൻ്റലി പേഴ്സണലി സപ്പോർട്ട് ചെയ്ത സൗരവ്, എൻ്റെ കസിൻ, അവിടെ ഒരുപാട് കടപ്പാടുണ്ട്. അതുപോലെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ കുറേ ക്ഷേത്രക്കാരുണ്ട്, കുറേ കമ്മിറ്റിക്കാരുണ്ട്. അങ്ങനെ നമ്മളെ ദാസാപ്പൻ്റെ ഭാര്യ വസന്തവല്യമ്മ എല്ലാം കുറേ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തെയ്യത്തിൻ്റെ കാര്യത്തിൽ. ഈ പൊള്ളിയ സമയത്തായാലും ഒരുപാട് മരുന്ന് വെച്ചിട്ടായാലും അങ്ങനെയൊക്കെ ചെയ്തെന്ന് അങ്ങനെ കടപ്പാടൊക്കെ കുറേ ആളോട് പറയാറുണ്ട്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലേ? ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും. അങ്ങനെ
വിട്ടു പോയിട്ടുണ്ടാവും എന്തായാലും. അത് എന്താ വിട്ടുപോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ നല്ല കടപ്പാടുകളുണ്ട്. നമ്മളെ തെയ്യത്തിന് പോയാലും ഒരു മുറിഞ്ഞാലൊരു ബാൻഡേജ് വാങ്ങിക്കൊണ്ട് തരുന്ന ഒരു കുട്ടിയായാലും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവരും തെയ്യമായി, അത് ചിലപ്പോൾ എന്നോടുള്ള ഇഷ്ടമായിരിക്കാം, അല്ല തെയ്യത്തിനോടുള്ള ഇഷ്ടമായിരിക്കാം. എന്ന് വെച്ചാൽ തെയ്യം എന്ന് പറയുന്നത് അത്രക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റിൽ ഒരു സംഭവമാണ്. ഞാൻ മനസ്സിലാക്കി തന്ന കുറേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. നമുക്കല്ല, അവർക്ക്. അതുകൊണ്ട് അവരോട് കടപ്പാടും നന്ദിയും ഒരുപാട് അറിയിക്കുന്നത്. ഇപ്പം എക്സ്പെഷ്യലി നിങ്ങളിപ്പോൾ ഈ തെയ്യെന്നില്ല പേരിലാണ് നമ്മളെ കണ്ടതും പരിചയപ്പെട്ടതും നമ്മളിങ്ങനെ സംസാരിക്കാൻ ഇടയുണ്ടായതും എല്ലാം. അപ്പം അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം, വളരെ സന്തോഷം. എനിക്കും വളരെ സന്തോഷമായി. കാരണം നിങ്ങളെ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുന്നൊന്നും ഞാനും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അയ്യോ, ഈ തെയ്യത്തിൻ്റെ ഒരു തിരക്കായതുകൊണ്ട് മാത്രം അല്ല, അത് മാത്രമല്ല, നിങ്ങളിങ്ങനെ കോണ്ടാക്ട് കിട്ടുന്നോ, അല്ലെങ്കിൽ കോണ്ടാക്ട് ഇപ്പം തെയ്യക്കാരെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കാവ് പോയാൽ കിട്ടുമായിരിക്കാം. പക്ഷെ നമ്മളിങ്ങനെ എല്ലാവർക്കും താല്പര്യം കാണില്ല. ഇങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിൽ ആഗ്രഹിക്കാനല്ലേ പറ്റൂ. എല്ലാം സാധിച്ചു തരേണ്ടത് മേലുള്ള ആളല്ലേ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതെ, നാട്ടിൽ ഇത്രയും വർഷത്തിലടക്ക് ഒരുപാട് സ്ഥലത്ത് തെയ്യം കെട്ടാൻ അവസരം കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ കണ്ണൂർ ജില്ലക്ക് പുറത്ത് എവിടെയൊക്കെ തെയ്യം കെട്ടാൻ അവസരം കിട്ടിയിട്ടുണ്ട്? അതുപോലെ കേരളത്തിന് പുറത്ത് വേറെ എവിടെയെങ്കിലും കെട്ടാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? കേരളത്തിന് പുറത്ത് തെയ്യം കെട്ടാൻ അവസരം കിട്ടിയിട്ടില്ല. കൂടെ പോയിട്ടുണ്ട് സഹായിയായിട്ടാ. സഹായിയായിട്ട് ബോംബെ തിരുവപ്പനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ മാമൻ്റെ കൂടെ ഡൽഹി പോയിട്ടുണ്ട്. പിന്നെ കണ്ണൂരിന് പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് തെയ്യം കെട്ടിയിട്ടുണ്ട്. തെയ്യം കെട്ടിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ തെയ്യം കെട്ടിയിട്ടുണ്ട്. പിന്നെ അതേതായിരുന്നു തെയ്യം? പുല്ലൂറെണ്ണം തെയ്യം ഒക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ഒരു തടിങ്ങിത്തോറ്റം കതിരൂരിൻ്റെ തിരുവനന്തപുരമൊക്കെ കതിരൂർ വരുന്നുണ്ടോ? അവിടെ ഉണ്ടായിരുന്നു. അതെയോ? പിന്നെ അതുപോലെ ഇന്ത്യക്ക് പുറത്ത് എവിടെയും പോകാൻ പറ്റില്ല? ഇല്ല, ഇന്ത്യക്ക് പുറത്ത് ഇതുവരെ പോയിട്ടില്ല. അല്ലേ? ഇല്ല. പെട്ടെന്ന് തന്നെ അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഭാഗ്യം ഉണ്ടാവട്ടെ. ഇപ്പോൾ യുവതലമുറയാണ്, ചെറുപ്പക്കാരനാണ്. അപ്പോൾ നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം കൂട്ടുകാർ അത്രയും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാർ ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉണ്ട്, വലിയൊരു സുഹൃത്ത് വലയം തന്നെ ഉണ്ട് എന്നറിയാം. അപ്പോൾ അടുത്ത കുറച്ച് പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇല്ല? ബുദ്ധിമുട്ടൊന്നും ആവുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ടിയില്ല. അപ്പോൾ തെയ്യത്തിനൊക്കെ ഉണ്ടാക്കാനും എല്ലാത്തിനും ഈ സുഹൃത്തുക്കളെ വരുക. എൻ്റെ നാട്ടിലെ സുഹൃത്തുക്കളുണ്ട്, അതുപോലെ പുറത്തിലെ സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ഈ തെയ്യത്തിന് പോയടിക്കുണ്ടായ കുറച്ച് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട്ടിൽ ഏറ്റവും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ രോഷിത്ത്, ജയദീപ്, അവരൊക്കെ വിളിക്കുന്നവർ പറയാന്ന്, അക്ഷയ്, അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ എവിടെയായാലും തെയ്യത്തിന് ഏത് രാത്രിക്കായാലും കൊണ്ടാക്കാനും അങ്ങനെ പുലർച്ചയായാലും കൂട്ടാൻ വരാൻ ഒരു മടിയില്ലാത്തവരാണ്. നമ്മളെ നാട്ടിൽ നിന്ന് പറയുന്നില്ല, ഏത് നട്ടപ്പാതിരൊക്കെ വിളിച്ചാലും വരും. തെയ്യത്തിന് കൊണ്ടാക്കാനും കൂട്ടാനൊക്കെ ആയാലും. അതുമാത്രമല്ല, ഇപ്പം നമ്മളെ തെയ്യത്തിൻ്റെ എന്ത് സാധനങ്ങൾ മറന്നു വെച്ച് പോയാൽ അതെടുത്ത് കൊണ്ടുവരാനും, അതുപോലെ സായന്ത് എന്ന് പറയും നമ്മളൊരു ഒപ്പരം തന്നെ ഇല്ലേ ഒരു ചെക്കനുണ്ട്, അത് നമ്മളെ അത്രയും അടുത്തൊരു ഫ്രണ്ടാണ്. പിന്നെ അജുൽ, ഇവരൊക്കെ ഇനി എവിടെ എത്തിയാലും നമുക്കൊരു തെയ്യത്തിനൊരു സാധനം മറന്നു പോലെ കൊണ്ടുതരാൻ വേണ്ടിയിട്ട് ഒന്നും അവരെ ഭാഗത്തുനിന്നൊരു പറ്റൂല എന്ന് അവർക്ക് ഇനി എന്ത് തിരക്കുണ്ടെങ്കിൽ അവർ പറയില്ല. അങ്ങനെയുള്ള കുറേ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വേറൊരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് പറയുന്നത് നല്ലതായിരിക്കും. വിട്ടുപോയവരോട് പറയാൻ പറ്റൂല. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. കസിൻസിന്റെ ഗ്യാങ് തന്നെ ഉണ്ട് വേറെ തന്നെ. ഇപ്പൊ എൻ്റെ ഏടി ഉണ്ടെങ്കിൽ വരുന്ന കുറേ കസിൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. അതേ ഉള്ളൂ, ഒരു നമുക്കൊരു ഡെപ്പോസിറ്റ് അല്ല, ഒരു സാമ്പത്തികം എന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുള്ളത് ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റൂല അല്ലേ? അതുപോലെ ഇപ്പൊ തെയ്യത്തിന്റെ ഫീൽഡിൽ നിന്ന് നേരെ മാറി മറ്റേ ഓപ്പോസിറ്റ് ഫീൽഡിലായാലും ആ ഫീൽഡിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും. അതിനും എറണാകുളത്തായാലും ഞാൻ ഡാലു ഫാഷൻ ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഡാലു കൃഷ്ണദാസ് ആയാലും, മനു നമ്മളെ മാനേജറായാലും, അവിടെ അർജുൻ, ആൽബിൻ, അങ്ങനെ അഞ്ജലി ചേച്ചി, അങ്ങനെയൊക്കെ പുറത്ത് അവിടെ ഒരു ഫാമിലിയാണ്. നമ്മളെല്ലാവരും റൂമിലാണ്. നമ്മൾ അതിൻ്റെതായ ഭക്ഷണമായാലും എന്തായാലും നമുക്ക്
വീട് വിട്ട് നിൽക്കുന്നില്ല ഒരു ഫീലിങ്സ് കിട്ടില്ല. വർക്ക് ചെയ്യുന്ന അവരൊക്കെ തെയ്യം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് എല്ലാവരും അവരെ പരിപാടികളൊക്കെ മാറ്റി വെച്ച് തെയ്യം കാണാൻ വേണ്ടി വണ്ടിയാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ട താമസ സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ തെയ്യത്തിൻ്റെ പേരിൽ ബേസിൽ പരിചയപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ ജോലി ചെയ്യുന്ന ഇടത്തിലും ഇതുപോലെയുള്ള സൗഹൃദങ്ങളൊക്കെ നമ്മളെ ചേർത്ത് പിടിക്കലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു മുഷിച്ചിലുണ്ടാവില്ലല്ലേ നാട് വിട്ട് നിൽക്കുന്നതായാലും. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്ഷേത്രങ്ങളുണ്ട്. നമുക്ക് നമ്മളെ സ്വന്തം വീട് പോലെ ആയിരിക്കും ക്ഷേത്രങ്ങൾ. എന്ത് കയറി ചെന്ന് ചെയ്യാം, നമുക്ക് ചായ വണ്ടിക്ക് ചായ, അല്ല വെള്ളം വണ്ടിക്ക്, അവർ നമ്മളോട് ആ ഒരു കെയറിങ് ആയിരിക്കും. തിരിച്ചങ്ങോട്ടും അങ്ങനെ വള്ളിയോട്ടിയാൽ, കല്യാശ്ശേരി കനിത്തോട്ടം, അങ്ങനെയുള്ള കുറേ ക്ഷേത്രങ്ങളുണ്ട്. പച്ചത്തറവാട് ഞാനിപ്പോൾ ലാസ്റ്റ് കേളം കഴിച്ച അവിടെയൊക്കെ എന്താ പറയുക, അവരൊരു സ്വന്തം മോനെ പോലെ അല്ല ഒരു അനിയനെ പോലെ ഒരു ഏട്ടറെ പോലെ കാണുന്ന ഒരു കാറ്റഗറിയാണ്. പക്ഷെ അവിടെയൊക്കെ തെയ്യത്തിൽ പോവാൻ തന്നെ നമുക്കൊരു ഉല്ലാസമായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയിലൊക്കെ പോയി കെട്ടണ്ടേ, അടുപ്പൊക്കെ തോന്നും. പക്ഷെ അവിടെ ഒന്നും ഇതുവരെ മടുപ്പ് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ ഒരു വർഷം ആദ്യത്തെ വർഷം പോകുമ്പോൾ നിങ്ങൾക്ക് ആ മടുപ്പ് ഉണ്ടാവും, ഏത് ഒരു സ്ഥലത്തായാലും. രണ്ടാമത്തെ വർഷം പോകുമ്പോൾ നിങ്ങൾക്ക് ആ മടുപ്പ് ഉണ്ടാവില്ല. മടുപ്പ് തോന്നിയാൽ പിന്നെ പോവില്ല. അല്ല, അത്രയും ഇത് ട്രീറ്റ് തരാൻ ചാൻസ് ഉണ്ട് എല്ലാവരും. ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ കയറി ചെല്ലുമ്പോൾ അവരെങ്ങനെയാണ് നമ്മോട് ബിഹേവ് ചെയ്യുന്നത് അതായിരിക്കും പിന്നെ അവിടെ കഴിയുന്നവരില്ല നമ്മളെ. അതെങ്ങനെയാലും അങ്ങനെയല്ലേ, ഇനി ഏത് ഇതിലായാലും അവരെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിക്ക് നമ്മൾ പിന്നെ നിൽക്കുമല്ലോ. നിൽക്കാൻ പറ്റും നമ്മളെ മൈൻഡ് അതിന് കണക്കായിട്ട് സെറ്റാവും. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ. ഇപ്പം എല്ലാവരുടെയും നല്ല ട്രീറ്റിംഗ് ആണ് തെയ്യക്കാർക്ക്. നമുക്ക് ഒന്നും വാരിക്കോരി തന്നില്ലെങ്കിൽ നമ്മളെ സ്നേഹത്തോടുകൂടിയുള്ള ഒരു ചിരിയെങ്കിലും അത് മതിയല്ലേ. ഇപ്പോൾ കയറി ചെന്നപ്പോൾ ഒരു കുടിക്കാനൊരു ഗ്ലാസ് വെള്ളം കിട്ടിപ്പോൾ ഒരു പച്ചവെള്ളം അതിൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷം. അത് കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കിട്ടുന്നതിൽ കൂടുതലായിട്ട് കിട്ടുന്ന വീർപ്പൊട്ടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവർ നമ്മളെ കെയർ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എല്ലാം അവരുടെ സാഹചര്യങ്ങളായിരിക്കും. എന്നാലും എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ കെയർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ കെട്ടാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇത്രയേരം പറഞ്ഞ പോലെ തന്നെ വളരെയധികം സന്തോഷം, സ്നേഹം, നന്ദി എല്ലാം അറിയിക്കുമെന്ന്. ഇനിയും ഒരുപാട് വർഷം ദയവായി വന്ന് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാനും ഇനി കെട്ടാത്ത പല കോലങ്ങൾ കെട്ടാനും എല്ലാം ദൈവം തന്നെ ആയുസ്സും ആരോഗ്യവും എല്ലാം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സന്തോഷം. ചങ്ങായിമാരെ, നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തോട് ചോദിക്കണം എന്ന് വിചാരിച്ച് വന്നാൽ എന്തോ ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ എനിക്ക് എല്ലാം ബ്ലാങ്കായി പോയി. പറ്റുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഭാവിയിൽ ഇനിയും ഇദ്ദേഹം പറഞ്ഞ പോലെ വലിയ തെയ്യക്കാരനായിട്ട് ഒന്നുകൂടി വന്നിട്ട് നമുക്ക് ചെയ്യാം, അതിനുള്ള ഉണ്ട് എന്തായാലും. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജിയും കൂടെ അശ്വന്ത് കോൾത്തുരുത്തിയും.